ഹൈ ബേബ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണുന്നത് ഡോൺ ബി ടു ഇമോഷണൽ. ഒരുപാട് പേര് റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു സീരീസാണ്. ആൻഡ് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇതിൽ നമ്മുടെ ടോപ്പായിട്ടുള്ള ഹീറോ ഒരു ഡെവിളാണ്. പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടാവും. ഒന്നാമത് എനിക്ക് പനിയായിരുന്നു. പക്ഷെ അതല്ല റീസൺ. നമ്മുടെ എല്ലാ ചാനലിലും കൂടി ആയിട്ട് ഒരു 7-8 സ്ട്രൈക്ക് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നുണ്ടാവും. നമ്മുടെ മെയിൻ ചാനലിന് 2 സ്ട്രൈക്ക് ഉണ്ട്. ഈ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഒരാഴ്ചത്തേക്ക് ഒരു കമൻ്റ് ആയിക്കോട്ടെ, കമൻ്റ് അല്ല, വീഡിയോ ആയിക്കോട്ടെ, ഇവനൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ അറിയിക്കാൻ പോലും പറ്റാതിരുന്നത്. ഈ ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. 3 സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് തന്നെ ഡിലീറ്റ് ആക്കും. ഈ ചാനൽ മാത്രമല്ല, നമ്മുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാനലും ഡിലീറ്റ് ആക്കി കളയും. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ മനസ്സ് മടുത്തിരിക്കുകയാണ്. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് എന്തായാലും ഇത് ചെയ്യണം തോന്നി, സോ ചെയ്യുന്നു. ബാക്കി ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന സീരീസിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അത് എത്രയും വലിയ കഷ്ടമാണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ടു ഹെവൻ്റെ 2nd എപ്പിസോഡിനാണ് 2 സ്ട്രൈക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ലാസ്റ്റ് ഭാഗം മാത്രം, അത് കുറച്ച് സെൻസിറ്റീവ് ആണല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം മാത്രം എഡിറ്റ് ചെയ്തിട്ട് വേറൊരു ചാനലിൽ ഇട്ടു. അപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും എനിക്കൊരു പേടിയായിരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഭയങ്കരമായിട്ട് അങ്ങ് എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ അതിന് എനിക്ക് സ്ട്രൈക്ക് കിട്ടി. പക്ഷേ മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് ആ ലാസ്റ്റ് ഭാഗം മാത്രം എഡിറ്റ് ചെയ്തിട്ടു എന്ന് പറഞ്ഞേ, അതിന് വേറെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന് ഇതുവരെയ്ക്കും സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല. ഈവൻ ഒരു കോപ്പിറൈറ്റ് പോലും കിട്ടിയിട്ടില്ല. എന്ത് കൈൻഡ് ഓഫ് ബാഡ് ലക്കാണ് ഇതെന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിലും അത് കൂടപ്പിറപ്പായോണ്ട് ഒന്നും പറയാനുമില്ല. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ടിക്കറ്റ് ടു ഹെവൻ ഇടണമെന്നുണ്ട്. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. എങ്ങനെയെങ്കിലും ഞാൻ അത് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. മറ്റേ ചാനലിൽ ഞാൻ തംബ്നെയിലോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പ്ലേലിസ്റ്റിൽ ഞാൻ അതും കൂടെ ആഡ് ആക്കിയേക്കാം. ആ ഒരു ചാനലിലായിരിക്കും. ആ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളത് വാച്ച് ചെയ്താൽ മാത്രം മതി. ഞാനത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാനുള്ള ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ചാനലേ അല്ല. പിന്നെ ഡബിൾ ഹെലിക്സിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇടുന്നതായിരിക്കും, മാക്സിമം സ്പീഡിൽ ഇടുന്നതായിരിക്കും. പക്ഷേ അതിൽ ഓൾറെഡി ഇട്ടുകൊണ്ടിരിക്കുന്ന ലോസ്റ്റ് യു, പിന്നെ നമ്മുടെ വെൻ ഓറഞ്ചസ് ഫോള്, ആ ഒരു സീരീസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. എനിക്ക് ഈ അടുത്ത് ക്ലാസ് തുടങ്ങാൻ പോവാണ്. ജൂലൈ 9-ാം തീയതി ഞാൻ ഇവിടുന്ന് പോവും. 11-ാം തീയതി പീച്ചാൻമേ വരുന്നുണ്ട്. എങ്ങനെയില്ല, തള്ള പോയാലും ഞാനത് ഇട്ടിരിക്കും. ബാക്കിയൊന്നും എനിക്കൊരു പിടുത്തമില്ല, എൻ്റെ കയ്യിലും ഇല്ല. ബാക്കിയെല്ലാം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ, ഇതൊരു ഓൺ ഗോയിങ് സീരീസാണ്. 12 എപ്പിസോഡ് ഉണ്ട്. പക്ഷേ തായ് സീരീസ് ആയതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസേ വരത്തുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്റ്റോറി. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ഒരു പയ്യൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ചുള്ളൻ ചെക്കൻ്റെ പേരാണ് ജെയിൻ ആരി, നമ്മുടെ ബോട്ടം. അങ്ങനെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു അടിപൊളിയായിട്ടുള്ള കാറ് വരും. അതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ചെക്കനും ഇറങ്ങി വരും. പയ്യൻ അങ്ങനെയൊന്നും ഇറങ്ങി നിൽക്കുന്നില്ല. അപ്പോഴേക്കും തന്നെ നേരത്തെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നായിരുന്നല്ലോ, ആ ഒരു ബോള് ചെക്കൻ്റെ കാറ് തന്നെ വന്ന് വീഴുന്നുണ്ട്. അത് കാണുന്ന നമുക്ക് തന്നെ ഒരു കാര്യമില്ലാതെ പക്കോ എന്നുള്ളൊരു ഫീലായിരിക്കും. കളിക്കുന്നത് നമ്മുടെ ജെയിനും ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജെയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട്, അവൻ്റെ പേര് പുട്ടെന്നാണ്. അമ്പോ, നമ്മൾ പെട്ടു എന്ന് പറയുന്നു. എന്താണ് നിനക്ക് അവനെ അറിയാവോന്ന് ആ ബോളുമായിട്ട് വരുന്ന ആ പയ്യനെക്കുറിച്ച് ചോദിക്കുമ്പം അവിടെ ആ ബോൾ എറിഞ്ഞ ചെക്കൻ മരണഭീതിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ പുട്ടായിക്കോട്ടെ എല്ലാവരും ഒരുമാതിരി പേടിച്ചാണ് നിൽക്കുന്നത്. ഈവൻ ആ സ്റ്റേഡിയത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശൂഷി എന്തൊക്കെയോ പറയുന്നത് കേട്ട് കാണാൻ പറ്റും. അപ്പോഴാണ് ജെയിൻ്റെ അടുത്ത് പുട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആ പയ്യൻ്റെ പേരും ജെയിൻ തന്നെയാണ്, ജെയിൻ പാട്രിക്, നമ്മുടെ ടോപ്പ്. രണ്ടുപേരുടെയും പേര് ജെയിൻ ആയ സ്ഥിതിക്ക് നമുക്ക് ടോപ്പിനെ പാട്രിക് എന്നും ബോട്ടത്തിനെ ജെയിൻ എന്നും വിളിക്കാം. പാട്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര റിച്ചാണ്, ഭയങ്കര ടാലൻറ്റഡ് ആണ്. എന്ത് വേണേലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളൊരു വിഷ് വഴി ചോദിക്കുകയാണെങ്കിൽ അത് നടത്തിയും തരും. പക്ഷെ അതിന് പകരമായിട്ട് എന്തെങ്കിലും മേടിക്കും. ആ ഒരു വിഷ് നടപ്പിലാക്കി കൊടുത്തതിന് ശേഷം ഈ മേടിച്ച ആൾ ലൈഫ് ലോങ് നമ്മുടെ പാട്രിക്കിൻ്റെ അടുത്ത് കടപ്പെട്ടിരിക്കും. ബേസിക്കലി ഡെവിൾ എന്നുള്ളത് മറമുഖമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ പാട്രിക് അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ബോൾ അറിയാണ്ട് അടിച്ചു പോയ പയ്യൻ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് ഭയങ്കരമായിട്ട് മുട്ടുകുത്തിയിരുന്നിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന പാട്രിക്കോ ഒരുമാതിരി ഒരു അഹങ്കാരത്തിൽ അതാണ് എന്നുള്ള രീതിക്ക് ഒരുമാതിരി സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജെയിൻ വന്ന് ആ മുട്ടുകുത്തിരിക്കുന്ന പയ്യനെ എണീപ്പിച്ച് പാട്രിക്കിൻ്റെ അടുത്ത് ചോദിക്കൊന്നല്ല പറയാണ്, ആ ബോളിങ് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് കളി കണ്ടിന്യൂ ചെയ്യായിരുന്നു എന്ന്. എന്നിട്ടോ തരുന്നോടം വരെ വെയിറ്റ് ചെയ്യലൊന്നുമില്ല. ആ കയ്യിലിരിക്കുന്ന ബോൾ അങ്ങനെ മേടിച്ചിട്ട് അവൻ കളിക്കാൻ പോകുന്നുണ്ട്. പാട്രിക് ആണെങ്കിലോ അവനെ നോക്കിയിട്ട് ഒരുമാതിരി ഒന്ന് ചിരിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ ബോളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജെയിൻ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മൂലയ്ക്ക് നിന്നിട്ട് നമ്മുടെ പാട്രിക് ഇവനെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് ജെയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചതും
അവിടെ വേറൊരു പയ്യൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് നിന്ന് ബോൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവൻ നേരെ താഴേക്ക് വീഴുന്നു. അങ്ങനെ കാലിന് ഫ്രാക്ചർ. കാലിന് വയ്യാണ്ടായതുകൊണ്ട് തന്നെ പുട്ട് പറയുന്നുണ്ട്, എടാ നീ പോയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്ക്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. പക്ഷെ എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ. ക്ലാസ് അല്ലേ, അത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോളാനും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് ഇവനാണെങ്കിൽ നേരെ ഫോൺ എടുത്തിട്ട് നമ്മുടെ പാട്രിക്കിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നത്. പാട്രിക്കിന് സോഷ്യൽ മീഡിയ പോലും ഇല്ല. അങ്ങനെ കുറേ കമൻസ് ഒക്കെ അതിൽ കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആരെങ്കിലും അവൻ്റെ അടുത്ത് പോയിട്ട് വിഷു ചോദിച്ചിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ, അതിനുശേഷം എന്തായി എന്നൊക്കെ ഇങ്ങനെ കുറച്ചുള്ള ചോദ്യങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ ജെയിനിന് നമ്മുടെ പാട്രിക്കിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ബോൾ മേടിക്കുന്ന ആ ഒരു ഫോട്ടോയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട് തിരിച്ചു വരുന്നത്. ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് വരുന്ന സമയം അവിടെ ടീ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ഒരു പോസ്റ്റർ പോലെ എന്തോ ഒട്ടിക്കുന്നുണ്ട്. ഇത് കാണുന്ന ജെയിൻ പുട്ടിൻ്റെ അടുത്ത്, എടാ ടീ എവിടെ പോയതാടാ, കുറേ ആയല്ലോ കണ്ടിട്ട്, ഒരാഴ്ച 2 ആഴ്ച കണ്ടായില്ലേ, എന്താ പറ്റിയിട്ടുണ്ടാവുന്ന ഇങ്ങനെ സംസാരിക്കുമ്പം, അറിയത്തില്ലടാ, ഞാൻ സ്റ്റുഡൻറ് കൗൺസിൽ വരെ ചോദിച്ചു, ഒരു അറിവില്ല എന്നാണ് പുട്ട് പറയുന്നത്. അങ്ങനെ പിന്നെ നോക്കിയാൽ ചെക്കൻ വീട്ടിലാണുള്ളത്. അവിടെ അമ്മയും അച്ഛനും എന്തോ സാധനം മേടിച്ചുകൊണ്ടിരുന്നുണ്ട്. അത് അവൻ്റെ അടുത്ത് പിടിക്കാൻ പറയുമ്പം അവനെ ഒക്കെ വന്ന് പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് അനിയത്തിയ ഓടി വരുന്നത്. ചേട്ടാ നീ എന്തിനാ അത് എടുക്കുന്നത്, നിനക്ക് കാല് വയ്യല്ലോ, അത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ഉള്ള സാധനമല്ലേ, അതുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് അത് മേടിക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മയ്ക്കും കത്തുന്നത്. പിന്നെ അവൻ പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു പോയിരിക്കുന്ന സമയത്ത് കാലൊക്കെ എങ്ങനെയുണ്ടെന്ന് അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ടേബിളിലായിട്ട് അവൻ്റെ ടാബിൽ അവൻ നേരത്തെ നമ്മളെ പറഞ്ഞ ആ ഒരു പിക്ചറില്ലേ, പാട്രിക്കിൻ്റെ കയ്യിൽ ജെയിൻ്റെ ആ ഒരു ബോൾ ഉള്ളതിനെ കൂട്ട് ആ ഒരു പിക്ചർ, അതാണ് അവൻ വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സീൻ കിട്ടിയത് യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഡാൻസ് കളിച്ച് അതിന് ഗ്രേഡ് മേടിക്കണം. അപ്പോൾ അതിനിങ്ങനെ നോക്കുമ്പം എല്ലാവരും പെയറായി, ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെയറായിട്ട് നിൽക്കുകയാണ്. ഇവൻ മാത്രം ഇങ്ങനെ സിംഗിളായിട്ടിരിക്കുമ്പം ടീച്ചർ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, പുതിയൊരു കുട്ടി വരുന്നുണ്ട്, ആൾ കുറച്ച് ലേറ്റ് ആവുന്നാ പറഞ്ഞതെന്ന്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ പാട്രിക്കാണ്. ചെക്കൻ അങ്ങനെ ഈ സ്റ്റൈലായിട്ട് നടന്നു വരുമ്പം ഒബ്വിയസ്ലി ഇവരായിരിക്കണമല്ലോ പാർട്ട്നേഴ്സ്. ടീച്ചർ നോക്കുമ്പം രണ്ടുപേർക്കും ഒരേ പേര്. നമ്മുടെ ജെയിനെ കാണുമ്പം ശരീരം കൊണ്ട് കുറച്ച് ചെറുതാണല്ലോ, അതുകൊണ്ട് അവനെ ലിറ്റിൽ ജെയിൻ എന്നും നമ്മുടെ പാട്രിക്ക് കുറച്ച് വലുതായും കൊണ്ട് ബിഗ് ജെയിൻ എന്നും വിളിക്കുന്നുണ്ട്. അത് കേൾക്കും നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ വെറുതെ ഇരിക്കത്തില്ലല്ലോ, ചുമ്മാ ഊക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ പാട്രിക്ക് ജെയിനെ നോക്കുന്ന നോട്ടമുണ്ട്, വല്ലാത്തൊരു നോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയേക്കും. ഇത് കണക്ക് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും നോക്കിയേക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഡാൻസ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പാട്രിക്ക് ജെയിൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഡാൻസ് കളിക്കാവോ എന്നും ചോദിച്ച് കൈ അങ്ങനെ നീട്ടുമ്പം ഇവന് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, എന്നാലും ആലോചിച്ചിട്ട് കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അങ്ങനെ നടുവിനേക്ക് പിടിച്ചിട്ട് അങ്ങനെ അടുപ്പിച്ചൊരു നൃത്തമാണ്. അന്തം വിട്ട് നിൽക്കുന്ന ജെയിന് അങ്ങനെ ഡീപ്പായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന പാട്രിക്ക് അങ്ങനെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സൂപ്പറായിട്ട് കളിക്കുന്ന വെച്ചാൽ അങ്ങനെയില്ല, ജെയിൻ്റെ ഡാൻസ് തീരെ അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കാലിലൊക്കെ ചവിട്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പേടിക്കണ്ട, ഞാൻ പറഞ്ഞ കണക്ക് ചെറുതായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത്, നീ എൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് A ഗ്രേഡ് തന്നെ കിട്ടുന്നൊക്കെ പാട്രിക്ക് പറയുന്നുണ്ട്. ചെക്കൻ മുന്നേ തന്നെ ഇത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് അറിയാം. പക്ഷെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അവൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ആവുന്നുണ്ട്. ഓൾറെഡി വയ്യാത്ത കാലാണല്ലോ. നീ ഓക്കെ ആണോ, അന്ന് ഓൾറെഡി നീ വീണതല്ലേ, കാലിനിപ്പോഴും വേദനയുണ്ടോയെന്ന് പാട്രിക്ക് ചോദിക്കുമ്പം അതൊക്കെ കണ്ടിരുന്നോന്ന് ജെയിന്. പിന്നില്ലാതെ ഞാൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ എന്ന് പറയുമ്പം എന്നെ തന്നെ നോക്കുമായിരുന്നു, എന്തുകൊണ്ട്? പാട്രിക്ക് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ ദൂരേക്ക് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ജെയിൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ നോ റിപ്ലൈ. അവനെ കൂട്ടിയിട്ട് പോകുന്നത് അവിടെ സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കാല് വീണ്ടും ട്വിസ്റ്റ് ആവും കൂടെ ചെയ്തതും കൊണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത്രയും ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്ന പോലെ തന്നെ അവിടെ വന്ന് നിൽക്കുന്നത്. അവിടെ ഇരുത്തിയിട്ട് കാലയിലേക്ക് പിടിക്കാൻ നോക്കുമ്പം വേണ്ട എന്നൊക്കെ ജെയിൻ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാതെ ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് ചെക്കൻ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. വേണ്ട, എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇവിടെ ജെയിൻ പറയുന്നുണ്ടെങ്കിലും ചെക്കൻ മൈൻഡ് ആക്കുന്നില്ല. കാലെങ്ങനെ പിടിച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചൊക്കെ വിടുന്നുണ്ട്. ജെയിനാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ടൊരു ഇരിപ്പാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട്, ബെറ്റർ ആയിട്ടുണ്ടോയെന്ന് പാട്രിക്ക് ചോദിക്കുമ്പം അവനൊന്ന് അനക്കി നോക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടെ നമ്മുടെ പാട്രിക്ക് ചെക്കൻ എങ്ങനെയും നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും കാലിൽ പിടിക്കാൻ പോകുമ്പം അത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവരെ നോക്കുന്നുണ്ട്.
ഇതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ കുറച്ച് കഷ്ടമൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും അടുത്ത പ്രാവശ്യം തന്നെ ഈ സൈക്കോൾ എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ ടീച്ചർ പോയി കഴിയുമ്പം ജെയിനും പോവാൻ നിൽക്കുകയാണ്. പക്ഷെ അവൻ്റെ കയ്യിൽ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ കോണ്ടാക്ട് നമ്പർ തരാൻ പറ്റുമോ, പെട്ടെന്നൊന്ന് സ്തംഭിച്ചു പോകുന്നുണ്ടെങ്കിലും ഓ പിന്നെന്താ തരാലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ലോക്ക് അങ്ങനെ ഓൺ ആക്കുമ്പം ആദ്യം തന്നെ വരുന്നത് ഇവനൊരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജെയിന് ഒരു വിങ്സ് ഒക്കെ വെച്ചിട്ട് ഡെവിളിനെ കണക്ക് നിൽക്കുന്നതിനെ കൂട്ടൊരു പിക്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് കാണുമ്പം അവൻ എന്നെ എംബാരസ് ആയി പോകുന്നുണ്ട്. പക്ഷേ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ അതൊന്ന് കൊണ്ടാ നോക്കട്ടെ എന്നും പറഞ്ഞ് പാട്രിക്ക് ചോദിക്കുമ്പം ഇവനും അതെടുത്ത് കൊടുക്കുന്നു. ഇത് നിന്റെ ഇൻസ്റ്റഗ്രാം ആണോ? അതേന്നവൻ. നമ്മുടെ പാട്രിക്കിന് അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഇവനാണെങ്കിൽ ആ പിക്ചറിന് ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് എല്ലാവരും പറയുന്നത് അവൻ ഡെവിളാണെന്നാണ്, എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ആള്. ഇതൊക്കെ വായിച്ചിട്ട് ചെക്കൻ അങ്ങനെ ഈ ഒരു നോട്ടം നോക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കൊക്കെ അങ്ങനെ ഹൈ ആയിട്ട് ഒരുമാതിരി പ്രേത വൈപ്പിൽ പോയിക്കൊണ്ടിരിക്കും. കാണുന്ന നമുക്ക് ഈ ഒരു കാര്യമില്ലാതെ പേടി തോന്നും. പക്ഷെ പാട്രിക്ക് ഭയങ്കര കാര്യമായിട്ട് ചിരിച്ചോണ്ട് എനിക്ക് ഡ്രോയിങ് ഇഷ്ടപ്പെട്ടു, നീ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. ഓ ഞാനിപ്പോൾ എന്തോ പറയാനാന്നുള്ള രീതിക്കാണ് അവിടെ ജെയിൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ക്ലാസ്സിലെ ടി എന്ന് പറയുന്നൊരു പയ്യനെ കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ പയ്യനെക്കുറിച്ച് എന്താ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ അപ്പം ശരിയെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്നു. ആ ടി എന്ന് പറയുന്ന പയ്യൻ യൂണിവേഴ്സിറ്റി കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. വളണ്ടിയർ ക്യാമ്പിൽ നിന്ന് ഇവൻ പൈസ അടിച്ചുകൊണ്ടുപോയി, അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ്. ഇവരെ കാര്യമായിട്ട് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവരെ കാര്യമായിട്ട് നമ്മുടെ പാട്രിക്ക് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജെയിനെ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണോ അറിയത്തില്ല, എന്നാലും ഭയങ്കര കാര്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നോക്കിയാൽ നമ്മുടെ ജെയിന് പിന്നെ അവൻ്റെ ബെസ്റ്റ് ബഡീസൊക്കെ കൂടിയിട്ട് ഒരു ബാറിലാണുള്ളത്. അവിടെ നിന്നിട്ട് ടീനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പയ്യൻ പാട്രിക്കിൻ്റെ അടുത്ത് വിഷു ചോദിച്ചു. അങ്ങനെ കോൺട്രാക്റ്റ് ഇട്ടിട്ട് അത് ബ്രേക്ക് ആക്കിയോണ്ടാണ് ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന്. പിന്നെ അതിനിപ്പോൾ എന്ത് കോൺട്രാക്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പം വേറെന്താ സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് ആവാൻ തന്നെ. അവനിപ്പോൾ അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ജയിലിൽ പോയേണ്ടോന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിങ് എന്ന് പറയുന്ന വേറൊരു പെണ്ണ് പറയുന്നുണ്ട് അത്രയ്ക്കൊക്കെ സ്കാറിയാണോ, ചേക്കൻ ഭയങ്കര റിച്ചാണ്, പോരാത്തന്നെ ഭയങ്കര ഹാൻഡ്സും ആണ്, കണ്ടാൽ സ്മാർട്ടും ആണ്, സൂപ്പറായിട്ടുള്ള ബോഡി ഉണ്ട് എന്നൊക്കെ പറയുമ്പം പൊന്നു മോളെ നീ അവൻ്റെ ലുക്ക് മാത്രം നോക്കി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത വിക്ടിമേ നീ ആയിരിക്കുന്നു പൊട്ടു പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഈ മുടി നീണ്ടിട്ടുള്ള ഈ പയ്യൻ്റെ പേരാണ് ഗ്യാപ്പ്. അവൻ പറയുന്നുണ്ട് വിക്ടിമോ, നീ പറയുന്ന കേട്ടിട്ടുണ്ടേ തോന്നും ആള് ഭയങ്കര ക്രിമിനൽ ആണെന്ന്. പാട്രിക്കിനെ കണ്ട കുശുമ്പുള്ളാരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ കഥകളായിരിക്കും. നിനക്കിതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടാണ്. നീ ഇപ്പോൾ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചോദിച്ചെന്ന് വെച്ചോ, എന്നിട്ട് അത് തിരിച്ചെടുക്കാൻ വരുന്ന സമയത്ത് നിന്റെ ലൈഫ് മൊത്തത്തിൽ നശിച്ചിട്ടുണ്ടാവും എന്ന് പുട്ട് പറയുമ്പം ഗ്യാപ്പ് ജെയിൻ്റെ അടുത്ത് എടാ നീ എന്താ പറയുന്നത്, പാട്രിക്കിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നവൻ പാട്രിക്കിൻ്റെ കൂടെ ആയിരുന്നല്ലോ പെയർ ആയിട്ടുണ്ടായിരുന്നത്. കൈ മാത്രമല്ല കാലം പിടിച്ചിരുന്ന് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ചെറുതായിട്ട് ആക്കുന്നുമുണ്ട്. കുട്ടി ചെറുതായിട്ട് ഷൈയായിട്ടൊന്ന് ചിരിച്ച് അന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഒന്നുമില്ലെന്നോ എന്ന് പറഞ്ഞ് അവർ പിന്നെയും ടീസ് ചെയ്യുമ്പം അവൻ കൊള്ളാന്ന് പറയുന്നുണ്ട്. അത്രയുള്ള എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പാട്രിക്ക് തന്നെ വരുന്നത്. അതും രണ്ടുപേരുടെ കൂടെയാണ് വരുന്നത്. പക്ഷെ ഇവരെ കണ്ടതും അവർ രണ്ടുപേരെയും പറഞ്ഞു വിട്ടിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നേരെ ജെയിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും കൂടെ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്നെ നോക്കുന്നതായിട്ട് കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നു. പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇത്രയും നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് പറയായിരുന്നു എന്ന് അവന്മാരും പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. നേരെ അവൻ്റെ തോളിലേക്ക് കൈ വെച്ചിട്ട് ഇപ്പം കാലെങ്ങനെയുണ്ട്, ബെറ്റർ ആയോ? ജെയിനൊരുമാതിരി നെർവസ് ആവുന്നുണ്ട്. ഇപ്പം ബെറ്റർ ആയിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് ഞാൻ ബിയർ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാതെ നോക്കുമ്പോൾ അവനെ പിടിച്ചു നിർത്തിയിട്ട് അതൊന്നും വേണ്ട ഞാൻ തന്നെ ബിയർ എടുത്തിട്ട് തരാമെന്നും പറഞ്ഞ് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരുമാതിരി ഇഷ്ടക്കേട് കൂടിയാണ് പുട്ട് നിൽക്കുന്നതെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടാണ് ജെയിൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ തുറിച്ച് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുട്ടിനെ കാണാൻ പറ്റും. ഇവൻ്റെ ഫ്രണ്ട്സ് ഡാൻസ് കളിക്കുന്നതൊക്കെ നോക്കിയിട്ട് നിന്റെ ഫ്രണ്ട്സൊക്കെ ഡാൻസ് കളിക്കാണല്ലോ, നീ കളിക്കുന്നില്ലേ എന്ന് പാട്രിക്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ കളിക്കുന്നില്ല, ഞാൻ അത്ര നല്ല ഡാൻസർ ഒന്നല്ല. അല്ല നിങ്ങൾ കളിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഞാനും അത്ര നല്ല ഡാൻസർ അല്ല. ശരിക്കും? പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾ എല്ലാത്തിലും ഗുഡാണെന്നാണല്ലോ. സ്റ്റഡീസ്, ഡാൻസിങ് നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നീയും എല്ലാം തന്നെ നന്നായിട്ട് ചെയ്യും, സോസർ കളിക്കുന്നതായിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ. പക്ഷെ നീ എന്തുകൊണ്ടാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുത്തത്? ആർട്ട് അല്ലെങ്കിൽ ആനിമേഷൻ എടുത്തുകൂടായിരുന്നു? എൻ്റെ ഫാമിലിക്ക് ചൈനീസ് മെഡിസിൻ ഷോപ്പാണുള്ളത്. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കണമെന്നായിരിക്കുമല്ലോ അവർ വിചാരിക്കുക. പക്ഷേ എനിക്ക് അതൊന്നും വരത്തില്ല. അതുകൊണ്ട് ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുത്തു.
അതിലെങ്കിലും എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ. നീ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ ഹാപ്പി ആവുമ്പം ഞാനും ഹാപ്പി ആവും. അതുകൊണ്ടാണെന്ന് ജെയിൻ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ ഫേസ് കണ്ടിട്ട് അത്ര ഹാപ്പി ആയിട്ട് തോന്നില്ല. അത് പാട്രിക്ക് നേരെ ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കും സ്വപ്നമൊക്കെ ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവണം, എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വരയ്ക്കണം. പക്ഷേ ഞാൻ മറ്റ് ആർട്ടിസ്റ്റുകളെ കണക്കല്ല. എന്നെ കൊണ്ട് ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഷോക്കായിട്ട് പറയുമ്പം ഭയങ്കര കാര്യമായിട്ട് അവനെ നോക്കിയെന്ന് അടുത്തേക്ക് വന്നിട്ട് അതൊക്കെ നടക്കൂന്നേ. നിനക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവാൻ ഒരു വഴിയുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ, ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ നിനക്കത് വേണമെങ്കിൽ എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ജെയിൻ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട്, അതൊന്നും വേണ്ട, നമ്മുടെ എഫേർട്സ് ഇല്ലാതെ ഒന്നും തന്നെ പ്രൈഡായിട്ട് തോന്നത്തില്ല. അതെന്താ, അഭിമാനം നിനക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായിട്ടും. അതില്ലെങ്കിൽ ഡിസപ്പോയിൻമെൻ്റ് ആണ് ബെറ്റർ. ഇത് കണക്ക് ആരും തന്നെ ഉത്തരം നൽകുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നും പറഞ്ഞ് അങ്ങനെ നോക്കി നിന്നിട്ട്, നീ ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് സ്പെഷ്യൽ, ഞാൻ ഇതുവരെ കണ്ട ആൾക്കാരിലെക്കാട്ടും ഒരുപാട് സ്പെഷ്യൽ എന്നും പറഞ്ഞ് കണ്ണെടുക്കാതെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് അവൻ. എൻ്റെ എന്തോലായിട്ട് ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പം ആരോ വന്നിടിക്കുന്നുണ്ട്. അങ്ങനെ നേരെ വന്ന് വീഴുന്നത് പാട്രിക്കിൻ്റെ അടുത്തോട്ട്. ജെയിൻ ഒരുമാതിരി പടപടയെന്നുള്ള ഫീലിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ പാട്രിക്ക് അങ്ങനെ കണ്ണെടുക്കാതെ ലുക്കിങ് സ്ട്രെയിറ്റ് ഇൻറ്റു ഹാർട്ട് എന്ന് പറയുന്ന ആൾക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും കൂടി ഇങ്ങനെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നേരെ രണ്ടിനെയും പിരിച്ചുവിട്ട് പാട്രിക്കിനെ ഒരുമാതിരി ഒന്ന് നോക്കിയിട്ട് ജെയിൻ്റെ അടുത്ത്, എനിക്ക് മൂത്രം ഒഴിക്കണം, വായോ എൻ്റെ കൂടെ വായോ എന്നും പറഞ്ഞ് അപ്പം തന്നെ അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട്, എടാ ഞാൻ നിന്നെക്കുറിച്ച് വറീഡ് ആയതുകൊണ്ട് പറയാണ്, നീ വെറുതെ പാട്രിക്കിൻ്റെ അടുത്ത് ക്ലോസ് ആവരുത്. ഇത് ജെയിനിനെ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അവൻ നല്ല പയ്യനാണ്, നീ ചുമ്മാ ഓവർ തിങ്ക് ചെയ്യാതെ. ഞാൻ പറയുന്ന വിശ്വസിക്ക്, ഞാൻ എൻ്റെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞ് പുട്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ കുറച്ചേരം അങ്ങനെ ചിന്തിച്ച് നിന്നിട്ട് പിന്നെ പുറത്തേക്ക് വരുമ്പം അവിടെ മുന്നേ ഉണ്ടായിരുന്ന സ്ഥലത്ത് പാട്രിക്കിനെ കാണുന്നില്ല. കുറച്ചേരം അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ തന്നെ ഉള്ളതായിട്ടും തോന്നുന്നു. അതും അവിടെ നിന്നിട്ട് പാട്രിക്ക് അങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു പേഴ്സൺ പാസ്സായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞതും അവിടെ പിന്നെയും പാട്രിക്കിനെ കാണുന്നില്ല. ഇതിപ്പോൾ ഇവന് തോന്നിയതാണോ അതോ ശരിക്കും ഇങ്ങനെയാ നടന്നതാണോ എന്ന് ആർക്കറിയാം. അങ്ങനെ പിന്നെ നോക്കിയാൽ ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെയിനെപ്പോഴും തമ്മിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നോക്കിക്കൊണ്ട് അവിടെ പതിവില്ലാതെ കാണികളുടെ കൂട്ടത്തിൽ നമ്മുടെ പാട്രിക്ക് നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജെയിന് ഗോളൊക്കെ അടിക്കുന്നുണ്ട്. പാട്രിക്കിന് ഭയങ്കര സന്തോഷം. ഫ്രണ്ട്സുമായിട്ടുള്ള സന്തോഷ പ്രകടനത്തിൻ്റെ ഇടയ്ക്ക് ജെയിൻ്റെ അടുത്ത് ഗ്യാപ്പ്, എടമോനെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഒരാളിങ്ങനെ വന്നിരിക്കുന്നുണ്ടല്ലോ എന്ന് പാട്രിക്കിനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. അവൻ പാട്രിക്കിനെ നോക്കുമ്പം ചെക്കനിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊന്നും ഇല്ലടാ, ഗെയിം കാണാൻ വേണ്ടി വന്നേരിക്കുന്നതാണ് അവൻ പറയുന്നത്. പിന്നെ ഗെയിം കാണാൻ, അതോ ഗെയിം കളിക്കുന്ന ആളെ കാണാനാണോ എന്ന് ഇവൻ കളിയാക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ കളിച്ചിട്ട് നേരെ നമ്മുടെ പാട്രിക്കിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആളിരുന്നിടത്ത് കാണാനില്ല. അത്രയും നേരം ഭയങ്കര ഹാപ്പി ആയിരുന്ന ജെയിനിൻ്റെ ഫേസൊക്കെ അങ്ങ് മാറുന്നുണ്ട്, പാവം കുട്ടി. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പുട്ട്, ഗ്യാപ്പ്, പിന്നെ നമ്മുടെ ജെയിന് മൂന്നുപേരും കൂടി ഇരുന്നിട്ട് അടുത്ത ഗെയിമിനെ ജയിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് പാട്രിക്ക് വരുന്നതായിട്ട് കണ്ടതും, നമ്മൾ സാധാരണയായിട്ട് സ്കൂളിൽ പഠിക്കുമ്പം ഇഷ്ടപ്പെടുന്ന ആൾ വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിനെ ടീസ് ചെയ്യൂലേ, എടാ ചെല്ലടാ ചെല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കണക്കാക്കുന്നുണ്ട്. ഇവനാണെങ്കിലും നാണിച്ചിട്ട് അടുത്തേക്ക് പോകുന്നു. പാട്രിക്ക് നല്ല ചിരിച്ച മുഖത്തോടെ, നീ സൂപ്പറായിട്ടാണ് കളിച്ചത്, എൻ്റെ ടാലൻറ്റഡ് വണ്ണെന്നൊക്കെ എന്നിട്ടൊരു കൂൾ ഡ്രിങ്ക്സും കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്യാപ്പ് നല്ല ഹാപ്പി ആയിട്ടാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുട്ടിനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിപ്പോൾ ജെയിനോടുള്ള ലവ് കാരനാണോ അതോ കരുതൽ കാരനാണോ എന്തോ, എന്തായാലും ഇങ്ങനെ വയറെരിഞ്ഞാണ് നിൽക്കുന്നത്. നമ്മുടെ ജെയിനാണെങ്കിലും നാണം വേറെയും. രണ്ടുപേരും അങ്ങനെ ശൃംഗരിച്ച് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് പെമ്പിള്ളേർ വന്നിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഇവരെ ഇൻ്റർവ്യൂ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ജെയിനിന് ഭയങ്കര സന്തോഷം. അത് കണക്ക് ഇവൻ്റെയും കൂടി എടുത്തോട്ടെ എന്ന് പാട്രിക്കിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാട്ടോ എന്നും പറയുന്നു. പാട്രിക്ക് ഒന്നും പറയാതെ എങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പുട്ട് പറയുന്നുണ്ട്, അവനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല ഇന്നവരേക്കും. അങ്ങനെ പെട്ടെന്നൊന്നും ആരെ കൊണ്ടും പിക്ചർ എടുക്കാനൊന്നും നമ്മുടെ പാട്രിക്ക് സമ്മതിക്കാറില്ല എന്ന്. ശരിക്കും, പക്ഷെ എന്തോ സമ്മതിക്കുന്നതാണ് എനിക്ക് തോന്നിയെന്ന് ഗ്യാപ്പും പറയുന്നു. അങ്ങനെ ഇവന്മാർ രണ്ടും ബെറ്റൊക്കെ വെച്ചിട്ട് നിൽക്കുവാണ്. കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊടുത്തോളാം എന്ന് ജെയിന പാട്രിക്കിൻ്റെ അടുത്ത് പറയുമ്പം പാട്രിക്ക് നേരെ അവരുടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഇൻ്റർവ്യൂ എടുത്തോളാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പുട്ടിനൊക്കെ ഭയങ്കര ഷോക്ക്. പ്രത്യേകിച്ചും അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു ഇവൻ സമ്മതിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. നമ്മുടെ പയ്യന്മാർ രണ്ടുപേരും ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് പഠിക്കുന്നത്. ജെയിൻ സെക്കൻഡ് ഇയറും പാട്രിക്ക് ഫോർത്ത് ഇയറും. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഫോണിൽ നമ്മുടെ ജെയിന് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ചിരിച്ചൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ പുറകിൽ വന്നിട്ട് ഇത് നമ്മുടെ പാട്രിക്കും കാണുന്നുണ്ട്. എന്താ നീ ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആ സൗണ്ട് തൻ്റെ പുറകിൽ നിന്ന് കേട്ടതും ആകെപ്പാടെ പേടിച്ചു പോകുന്നത് നമ്മുടെ ജെയിന്. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാണ്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണിക്കുന്ന, അതും പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലോസ് ആയിട്ടേക്കുന്ന, അതും നോക്കിക്കൊണ്ടും കൂടെ നിൽക്കുവാണെങ്കിൽ ആ ഒരു ഫ്രെയിം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പാട്രിക്ക് വൈറ്റ് ഷർട്ടും കൂടി ഇട്ടിട്ട് വന്നാൽ ആ ഫ്രെയിമിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പീക്ക് ലെവലാണ്. ഇവിടെ ഷോക്കായിട്ടുള്ള ജെയിന് ഏയ് ചിരിച്ചില്ലല്ലോ, വായോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നൈസായിട്ട് മുങ്ങുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇത് മൊത്തത്തിൽ 1 മണിക്കൂറും 2 മിനിറ്റുമുള്ള വീഡിയോ ആണ്. പക്ഷെ ഞാനിപ്പോൾ ആകെപ്പാടെ 29 മിനിറ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ 20 മിനിറ്റായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ടി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം.